ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് സേമിയ അതുപോലെ മത്തങ്ങയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുനാഫയുടെ റെസിപ്പിയാണ്. ഇതിലേക്ക് നമുക്ക് ചീസൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു 1/2 ലിറ്റർ പാലൊരു സോസ് പാനിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ. ഇനി അതുപോലെ ഒരു 100 ഗ്രാം മത്തങ്ങ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഈ ഒരു മത്തങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മത്തങ്ങ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്താൽ മതി. നന്നായിട്ട് വെന്തിട്ടുള്ളതാണെങ്കിൽ നമുക്കിങ്ങനെ ഉടച്ചെടുത്താൽ തന്നെ നല്ല പോലെ തന്നെ കിട്ടും. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര അധികം ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റൗ ഓണാക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്റ്റൗ ഓണാക്കിയിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കോൺഫ്ലോർ ചേർത്ത കാരണം തന്നെ നല്ല ക്രീമായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതിലേക്ക് നമ്മൾ ചീസൊന്നും ചേർക്കണില്ല കേട്ടോ. ചീസ് ചേർത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ചീസ് ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതുപോലൊരു സേമിയ എടുത്തിട്ടുണ്ട്. തിന്നായിട്ടുള്ള സേമിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് നമ്മളെപ്പോഴും വണ്ണം കുറഞ്ഞ സേമിയ വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. കുനാഫൻ്റെ ഡോ ഉണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പോൾ കുനാഫ ഡോ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയത് കാരണം തന്നെ നമുക്ക് ഈ ഒരു സേമിയ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 250 ഗ്രാം സേമിയയിലേക്ക് ഞാനൊരു 60 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് നനച്ചെടുക്കുന്നുണ്ട്. സേമിയൻ്റെ എല്ലാ ഭാഗത്തും ബട്ടർ ആവുന്ന രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇത് സേമിയക്ക് അളവൊന്നുമില്ല കേട്ടോ. സേമിയ നിങ്ങൾ എത്രത്തോളം എടുക്കുന്നു അതിനനുസരിച്ചിട്ട് ബട്ടർ നിങ്ങൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ബട്ടർ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ വേണം ബട്ടർ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല പോലെ തന്നെ ബട്ടർ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ബട്ടർ മെൽറ്റ് ചെയ്ത ആ ഒരു പാനിൽ തന്നെയാണ് ഞാൻ ആ ഒരു സേമിയയുടെ പകുതി നമ്മൾ ഈ ഒരു പാനിൽ നിരത്തി കൊടുക്കുക. അപ്പോൾ സേമിയ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ചായത് കാരണം തന്നെ ഉള്ളത് വെച്ചിട്ടൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. ചെറിയ പാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും സേമിയ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കനത്തിൽ നമുക്ക് സേമിയ ഉണ്ടാവും. വലിയ പാനായത് കാരണം തന്നെ ഞാൻ അത്യാവശ്യം എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മത്തങ്ങയുടെ ആ ഒരു ക്രീം ഉണ്ടല്ലോ, ആ ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇതിൽ കനത്തിൽ വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസോ അല്ലെങ്കിൽ ക്രീം ചീസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ ബാക്കിയുള്ള സേമിയ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ക്രീം കാണാത്ത രീതിയിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളിത് ഓവനിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുക, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓവനുള്ളവരാണെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു റെസിപ്പിയൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഓവനില്ലാണ്ട് ഫ്രൈ പാനിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നേരം നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക. ഒരു ഭാഗം റെഡി, ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ സേമിയ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ആ ഒരു ഭാഗം അതുപോലെ ഒരു 5-6 മിനിറ്റ് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് പഞ്ചസാര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര പാനിയിൽ ഏലക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്ക ചേർക്കാണ്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1/2 ഗ്ലാസ് പഞ്ചസാര 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ സിറപ്പാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം വേണം നമ്മളിതുപോലെ മുറിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചൂടോട് കൂടി തന്നെ അത് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ തണുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ മത്തങ്ങയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.